അഷ്കർ, ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു. ഒപ്പം രാഹുൽ ഇന്ന് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിക്കുന്നു. അതിനൊപ്പം തന്നെ റായ്ബറേലിയോ വയനാടോ എന്ന കാര്യത്തിൽ ഒരു സസ്പെൻസ് നിലനിർത്തുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്? ഇനിയുള്ള പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? ശ്രുതി, മണ്ഡലം നിലനിർത്തുമോ, വയനാട് മണ്ഡലം നിലനിർത്തുമോ എന്നുള്ള ആശങ്കകൾക്കിടയിലായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ന് മണ്ഡലത്തിലെത്തിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച അതേ പിന്തുണയോടെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയൊരു ആവേശോജ്വല സ്വീകരണം എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു വരവേൽപ്പാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് എടവണ്ണിൽ ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ റോഡ് ഷോ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും പിന്നീട് എടവണ്ണ സീതി ആജി പാലം മുതൽ റോഡ് ഷോ ആയിക്കൊണ്ടാണ് ഇത്തരത്തിൽ പൊതുസമ്മേളന വേദിയിലേക്ക് രാഹുലിനെ പ്രവർത്തകർ വരവേറ്റത്. ഈ ഘട്ടത്തിലുടനീളം റോഡിന്റെ ഇരുവശവും നൂറുകണക്കിന് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സ്ത്രീകളും കുട്ടികളും അടക്കം വലിയ ജനക്കൂട്ടം തന്നെ ഇത്തരത്തിൽ രാഹുലിന് പിന്തുണയുമായി എത്തിയിരുന്നു. പ്രസംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വയനാട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുലിന്റെ പ്രസംഗം. ആ നന്ദി പറച്ചിൽ പോലും രാഹുൽ അതൊരു രാഷ്ട്രീയമാക്കി മാറ്റി എന്നുള്ളതാണ്. LDFന്റെയും UDFന്റെയും വോട്ടർമാർക്ക് നന്ദി, തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി എന്നായിരുന്നു രാഹുലിന്റെ ആദ്യ പരാമർശം. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും കടന്നാക്രമണവും നടത്തിക്കൊണ്ടാണ് രാഹുൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. രാഹുൽ പ്രധാനമന്ത്രി തന്നെ ഒരു പരമാത്മാവായിട്ടാണ് കാണുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ മോദിയുടെ പരമാത്മാവ് അത് അദാനിയും അംബാനിയുമാണ്. അദാനിയും അംബാനി പറയുന്ന അനുസരിച്ചുകൊണ്ടാണ് മോദി പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തിന്റെ തന്നെ ഭരണഘടന ഇല്ലാതാക്കാനാണ് മോദി ശ്രമിച്ചത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അതേ മോദി തന്നെ ഭരണഘടനയെ ചുംബിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വേദിയിലുടനീളം ഭരണഘടനയടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. പിന്നീട് ജനങ്ങൾക്ക് തന്നെ രാഹുൽ തന്റെ ചോദ്യങ്ങൾ എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. റായ്ബറേലി നിലനിർത്തണോ അതോ വയനാട് നിലനിർത്തണോ എന്ന കാര്യത്തിൽ താൻ സമ്മർദ്ദത്തിലാണ്, താൻ ധർമ്മസങ്കടത്തിലാണ്. മോദിയെ പോലെ താൻ ദൈവികമല്ല, താൻ ദൈവവുമല്ല, അതുകൊണ്ട് തന്നെ താൻ അത്ര ധർമ്മസങ്കടത്തിലായിരുന്നു എന്നാണ് രാഹുലിന്റെ പരിഹാസ്യം. പിന്നീട് താൻ ഏത് മണ്ഡലമാണ് നിലനിർത്തേണ്ടത് എന്ന ചോദ്യം രാഹുൽ തന്നെ ജനങ്ങളിലേക്ക് എറിയുകയും ചെയ്തു. ഈ ചോദ്യത്തിന് വയനാട് നിലനിർത്തണമെന്ന് വലിയ ആരവത്തോടെ തന്നെ ജനങ്ങൾ വിളിച്ചു പറയുന്നതിനാണ് നമ്മൾ സാക്ഷിയായത്. എന്തായാലും വയനാടിന്റെ കാര്യത്തിലാണെങ്കിലും റായ്ബറേലിയുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു തീരുമാനം, റായ്ബറേലിക്കും വയനാടിനും തന്നെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനം, അത്തരം ഒരു തീരുമാനം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട്, എന്നാൽ ആ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. രാഹുൽ ഗാന്ധി മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ വയനാട്ടിലേക്കോ റായ്ബറയിലേക്കോ എത്തുമോ എന്നുള്ള ഒരു സൂചനകൾ കൂടി ആ വാക്കിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അത്തരം ഒരു സന്തോഷപരമായ പ്രഖ്യാപനം എന്നുള്ള ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് രാഹുൽ മലപ്പുറത്തെ എടവണ്ണയിൽ നിന്നും വയനാട് കൽപ്പറ്റയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ശേഷമാണ് വയനാട് കൽപ്പറ്റയിൽ രാഹുൽ ഗാന്ധി ഇതുപോലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിക്കുക. എന്തായാലും അവിടെ വെച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഈ സസ്പെൻസ് പൊളിക്കുമോ എന്നുള്ളതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട് ഇല്ലെങ്കിൽ റായ്ബറേലി ഏത് മണ്ഡലം നിലനിർത്തും, ഇല്ലെങ്കിൽ ആരായിരിക്കും രാഹുൽ ഗാന്ധിക്ക് പകരം എത്തുക എന്നുള്ള ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് രാഷ്ട്രീയ ഇന്ത്യ തന്നെ കാത്തിരിക്കുന്നത്. ശ്രുതി, തീർച്ചയായിട്ടും വയനാട് തുടരുമോ റായ്ബറേലി നിലനിർത്തുമോ എന്ന സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഇന്ന് പ്രസംഗിച്ചത്. എന്തായാലും പരിപാടി തുടരുക തന്നെയാണ്. മലപ്പുറത്ത് നിന്ന് അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.